കാലാവസ്ഥാ വ്യതിയാനം മൂലം ലോകത്തിന് പല മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കാൻ ഗവേഷകർ ധാരാളം മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിൽ ഏറ്റവും പുതിയൊരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സമുദ്രപ്രവാഹത്തിന്റെ വേഗത കാലാവസ്ഥാ വ്യതിയാനം കാരണം അപകടകരമാം വിധം കുറയുമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ഗൾഫ് സ്ട്രീമിനേക്കാൾ 4 ഇരട്ടിയിലധികം വേഗത്തിൽ ഘടികാര ദിശയിലുള്ള പ്രവാഹമായ അന്റാർട്ടിക് സർക്കംപോളാർ കറന്റ് സമുദ്രപ്രവാഹം 2050ഓടെ 20% മന്ദഗതിയിലാവുമെന്നാണ് അനുമാനം. അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകൽ വേഗത്തിലാവുകയും കടൽ നിരപ്പ് ഉയരുകയും ചെയ്യുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകി. ഇത് സംബന്ധിച്ചുള്ള പഠനം എൻവയോൺമെന്റൽ റിസർച്ച് ലെറ്റേഴ്സ് പ്രസിദ്ധീകരിച്ചു. ഉയർന്ന കാർബൺ ബഹിർഗമനത്താൽ 2050 ആകുമ്പോഴേക്കും അന്റാർട്ടിക് സർക്കംപോളാർ കറന്റിന്റെ വേഗം ഏകദേശം 20% മന്ദഗതിയിലായേക്കാമെന്നാണ് മെൽബൺ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കാരണം അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമുള്ള മഞ്ഞുപാളികൾ ഉരുകുന്നതാണ് ഈ മാന്ദ്യത്തിന് കാരണം. ഗൾഫ് സ്ട്രീമിനേക്കാൾ 4 ഇരട്ടി വേഗമുള്ള അന്റാർട്ടിക് സർക്കംപോളാർ സമുദ്രപ്രവാഹം അറ്റ്ലാന്റിക്, പസഫിക്, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അന്റാർട്ടിക് സർക്കംപോളാർ കറന്റ് ഭൂമിയുടെ ആകെ കാലാവസ്ഥയിൽ നിർണായക പങ്കു വഹിക്കുന്നുണ്ട്. സമുദ്രത്തിലെ താപത്തിന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ആഗിരണം വഴി ചൂടുള്ള ജലം അന്റാർട്ടിക്കയിൽ എത്തുന്നത് തടയുന്നത് ഈ സമുദ്രജല പ്രവാഹമാണ്. കാൻബറിയിലെ ആക്സസ് നാഷണൽ റിസർച്ച് ഇൻഫ്രാസ്ട്രക്ചറിൽ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറും കാലാവസ്ഥ സിമുലേറ്ററുമായ ഗാഡി ഉപയോഗിച്ചാണ് ഗവേഷകർ താപനിലയിലെ വ്യതിയാനങ്ങൾ, IS ഉരുകൽ, കാറ്റിന്റെ അവസ്ഥ എന്നിവ അന്റാർട്ടിക് സർക്കംപോളാർ കറന്റിൽ ചെലുത്തുന്ന സ്വാധീനം വിശകലനം ചെയ്തത്. എൻവയോൺമെന്റൽ റിസർച്ച് ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ ഫലങ്ങൾ അന്റാർട്ടിക് ഐസ് ഷെൽഫുകളിൽ നിന്ന് ഉരുകുന്ന ജലത്തിനും സർക്കംപോളാർ കറന്റ് സ്ലോഡൌണിനും ഇടയിലുള്ള വ്യക്തമായ ബന്ധം വെളിപ്പെടുത്തുന്നു. സർക്കംപോളാർ കറന്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ അസോസിയേറ്റ് പ്രൊഫസർ ബിഷാക് ദത്ത ഗയേൻ മുന്നറിയിപ്പ് നൽകി. മറ്റു ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള സദേൺ ബൂൾക്കൽ, ചെമ്മീൻ, മോളസ്കുകൾ തുടങ്ങിയ അധിനിവേശ ജീവിവർഗങ്ങളെ അന്റാർട്ടിക്കയിലേക്ക് എത്തുന്നത് ACC തടയുന്നുവെന്ന് പഠനം പറയുന്നു. എന്നാൽ ACC മന്ദഗതിയിലായാൽ അത്തരം ജീവിവർഗങ്ങൾ ദുർബലമായ അന്റാർട്ടിക് ഭൂഖണ്ഡത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഭക്ഷ്യശൃംഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കും. ഉദാഹരണത്തിന് അന്റാർട്ടിക് പെൻഗ്വിനുകളുടെ ഭക്ഷണ രീതികളിൽ മാറ്റം ഇത് സൃഷ്ടിച്ചേക്കാം. കൂടുതൽ ചൂടുവെള്ളം അന്റാർട്ടിക് ഷെൽഫിലേക്ക് എത്തുകയും മഞ്ഞുരുകൾ ത്വരിതപ്പെടുത്തുകയും ഒഴുക്കിനെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നത് ആവാസ വ്യവസ്ഥയെയും ഭക്ഷ്യവലയങ്ങളെയും തടസ്സപ്പെടുത്തുമെന്നും പഠനവുമായി ബന്ധപ്പെട്ട ഗവേഷകനും കാലാവസ്ഥാ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ തൈമൂർ സുഹൈൽ പറഞ്ഞു. മെൽബൺ സർവകലാശാലയിലെ ഗവേഷകർ ഫ്ലൂയിഡ് മെക്കാനിസ്റ്റ് അസോസിയേറ്റ് പ്രൊഫസർ ബിഷക് ദത്ത ഗയേൻ, കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ തൈമൂർ സുഹൈൽ, നോർവീജിയൻ റിസർച്ച് സെന്ററിലെ സമുദ്രശാസ്ത്രജ്ഞൻ ഡോക്ടർ ആൻഡ്രിയാസ് ക്ലോക്കർ തുടങ്ങിയവരാണ് ഗവേഷക സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.